ആന ഇവിടെ കൊണ്ട് കുളിപ്പിക്കാൻ വന്ന കേട്ടോ. ഇതുണ്ടോ, ഒന്ന് ചവിട്ടി നിർത്തിക്കടാ, ഒന്ന് കാണട്ടെ. ഇതാണ് നിൽക്കുന്നത്. ഞാനെന്നാ അതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് എന്നാലും നോക്കട്ടെ. ഒരു മിനിറ്റ് നിർത്തി. ഈരാറ്റുപേട്ട അയ്യപ്പനാണോ എന്നറിയത്തില്ല. ഇതേണ്ടേ ഇവിടെ ഒരു ആന നിപ്പുണ്ട്. കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ്. ഇതുണ്ടോ, വെള്ളം കുറവാണ്. നമ്മൾ വന്ന വഴിക്ക് വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് അങ്ങ് വീഡിയോ എടുത്ത കേട്ടോ. ഈരാറ്റുപേട്ട അയ്യപ്പനാണോടാ? ഫുഡ് കഴിക്കാതെ ഇരുന്നിട്ട്. അപ്പം നമ്മൾ ഈ റൂട്ടിൽ നേരെ പോയി കഴിഞ്ഞാൽ അയ്യമ്പാറയ്ക്കാണ് എത്തുന്നത്. പോകുന്ന വഴിക്ക് ഇടത്തെ സൈഡിൽ ഇതുണ്ട് ഒരു ചെക്ക് ഡാം പോലെയാണ്. ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ്. മഴയൊക്കെ എന്തരം പോയിട്ടും കാര്യമൊന്നുമില്ല. ഇതുണ്ടല്ലോ ചുമ്മാ തെളിഞ്ഞ് കിടക്കുക. ഇത് കണ്ടോ, ഇതിവിടെ സൈഡിൽ പ്ലോട്ട് സെയിലെന്ന് പറഞ്ഞ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിൽ നിന്ന് തീക്കോയ്ക്ക് പോകുന്ന വഴി അയ്യമ്പാറ റൂട്ടിലാണ് ഈ ഒരു പ്ലോട്ടുള്ളത്. നല്ല കിടിലൻ കണ്ണായ സ്ഥലം, നല്ല ഫ്ലാറ്റായിട്ട് കിടക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആറുണ്ട്. ആറിൻ്റെ തീരത്തുള്ളൊരു നല്ലൊരു പ്ലോട്ടാണ്. ഇതില്ല, ഇവിടെയൊക്കെ ചാടി കുളിക്കണം അങ്ങോട്ട്. നല്ല തെളിഞ്ഞ വെള്ളം. നമ്മുടെ ആന ഈ സൈഡിൽ എവിടെയോ നിൽപ്പുണ്ട് കേട്ടോ. അവിടെ പറമ്പെല്ലാം വെട്ടി തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഏതാണ്ട് ഇല്ലിക്കക്കല്ല് പോകുന്ന റൂട്ടാണ്. ഇല്ലിക്കല്ല് പോകുന്ന റൂട്ടിൽ അയ്യമ്പാറയ്ക്കാണ് ഇപ്പോൾ പോകുന്നത്. ഈ സൈഡിൽ തന്നെ നമുക്ക് ഇല്ലിക്കക്കല്ലിൻ്റെ ഒരു വ്യൂ കാണാം. ജസ്റ്റ് ഒന്ന് വണ്ടി ഒതുക്കിയതാണ്. ആ ജസ്റ്റ് വ്യൂ എന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ വ്യൂ കണ്ടില്ല, അത് പോയി. അത് മരങ്ങൾക്കിടയിലായി പോയി ഗൈസ്, സോറി. അപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും നമുക്ക് ഇല്ലിക്കക്കല്ലിൻ്റെ വ്യൂ ഉണ്ട് കേട്ടോ. ഇത് ചെറിയ റോഡാണ്. ഇവിടെ കാണാം. ആര് തുമ്മലാണ്, നാട്ടുകാരി കെട്ടിപ്പോയി. ഇതാണ് നിർത്തിക്കട, വണ്ടി നിർത്തിക്കട. ഇത് തന്നെ ഇല്ലിക്കക്കല്ലിൻ്റെ ഒരു കിടിലം വ്യൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ഇല്ലിക്കക്കല്ലിൻ്റെ ഒരു അകലെ എന്നുള്ളൊരു വ്യൂ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ദൂരത്ത് നിന്ന് ഈ ഒരു വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണ് കിടക്കുന്ന പോലെ തോന്നും. അതായത് ആകാശത്തോട്ട് നോക്കിയിട്ട് പെണ്ണ് കിടക്കുന്ന പോലെ. അതായത് അതിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു മുഖം നോക്കില്ല. അതായത് ഇതുണ്ട്, ഈ കാണുന്ന ആ ഒരു വളഞ്ഞ് താഴോട്ട് കിടക്കുന്ന മുടി ഇങ്ങനെ പടത്തിയിട്ടിട്ട് മേളിലോട്ട് നോക്കി കിടക്കുന്ന രീതിയിലാണ്. അത് നമ്മുടെ ഈരാറ്റുപേട്ടയിലുള്ളൊരു സുഹൃത്ത് പറഞ്ഞതാണ് കേട്ടോ. അന്നാണ് ഞാൻ ആ രീതിയിൽ നോക്കിയപ്പോഴാണ് നമുക്ക് ആ ഒരു രീതി നമുക്ക് മനസ്സിലായത്. ഇതുണ്ടോ. അപ്പോൾ നമ്മുടെ S23 അൾട്രയുടെ ക്യാമറ സൂമിങ് ഒന്ന് നോക്കാം. ഇതാണ്, ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ നമ്മൾ അയ്യമ്പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടം കൊണ്ട് തീരും. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്കൊരു പള്ളി കാണാം. പള്ളി എത്തുന്നതേ ഉള്ളൂ. ഇതാണ് റൈറ്റ് സൈഡിലെ പള്ളി. ഇടത്തെ സൈഡിലാണ് നമ്മുടെ വ്യൂ പോയിന്റ് ഉള്ളത്. ലിറ്റിൽ ഫ്ലവർ ചർച്ച്, ഇതാണ് പള്ളി. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. വണ്ടികളൊക്കെ വന്ന് കിടപ്പുണ്ട്. പള്ളി വന്ന ഞായറാഴ്ച ആയിരുന്നു. ശരിയാണ് കേട്ടോ. ഇടത്തെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ചെല്ലുമ്പോഴേ ആദ്യം കാണാൻ പറ്റുന്നത് ഒരു വാട്ടർ ടാങ്കാണ്. നമ്മളവിടെ സൈഡിൽ വണ്ടി ഒതുക്കി. അപ്പോൾ ഞങ്ങൾ ഇതാണ്ട് അമ്മയും അച്ഛനും എല്ലാവരും കൂടെ അയ്യമ്പാറയുടെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇടത്തെ സൈഡിൽ തന്നെ നമുക്ക് പള്ളിയുണ്ട് കേട്ടോ, ലിറ്റിൽ ഫ്ലവർ ചർച്ച്. നമ്മൾ കണ്ട ഈ കാണുന്ന വഴിയെ കൂടെ അകത്തോട്ട് കയറിയിട്ടാണ് അയ്യമ്പാറ വ്യൂ പോയിൻറ്റിലോട്ട് പോകുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രാമക്കൽമേട് പോയി നിൽക്കുന്ന അതേ എഫക്റ്റാണ് നമ്മുടെ അയ്യമ്പാറയുടെ മേളിൽ നിൽക്കുമ്പോൾ ഉള്ള കാഴ്ച. നമുക്ക് ഇടത്തേക്കാണ് പോകേണ്ടത്. നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോൾ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്ന പറഞ്ഞാൽ ഒരു ഫുഡ് കഫേയാണ്. പക്ഷേ അത് ക്ലോസ്ഡ് ആണ്. ഇവിടെ അതെ അല്ലേ, ഇവിടെ ക്ലോസ്ഡ് ആണ് ഇപ്പം. ആളുണ്ട്, സാധനം കിട്ടും, കുഴപ്പമില്ല. ഇതല്ലേ, ഇതിൻ്റെ കീഴേൽ കറക്റ്റായിട്ട് ഇതുണ്ടല്ലേ, നമുക്ക് ഇരിക്കാൻ പാകത്തിന് നല്ലൊരു ഇരിപ്പടം, അതുപോലെ തന്നെ നല്ല തണൽ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇതുണ്ടല്ലേ, ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ കിടിലൻ ഒരു പ്ലേസാണ് അയ്യമ്പാറയിലെ ഈ ഒരു ഏരിയ. അപ്പോൾ നമ്മൾ ആദ്യമേ ആ ഒരു ഏരിയ കടന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ശരി, പോയിട്ട് വരാവേ. അപ്പോൾ ഇതുണ്ടല്ലേ, അമ്മ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്?
അപ്പോൾ ഈ അയ്യമ്പാറയുടെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ രാമക്കൽമേട് പോയി നിൽക്കുന്ന അതേ സെയിം വ്യൂ. അത് നമ്മുടെ അവിടെ തമിഴ്നാടാണെങ്കിൽ ഇവിടെ കേരളമാണെന്ന് മാത്രം. നമ്മളൊരു വലിയൊരു കുന്നിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കാണുന്ന ഒരു വ്യൂ ആണ്. അതുകൊണ്ട് ഈ ഒരു ഏരിയ കണ്ടോ, ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അരീത്രപ്പള്ളി നമ്മുടെ ക്യാമറയിൽ നമ്മൾ സൂം ചെയ്ത് കാണിക്കാം. നമ്മൾ ശരിക്കും വീഡിയോ എടുക്കുന്നത് തന്നെ നമ്മുടെ ക്യാമറയുടെ ആ ഒരു പ്രത്യേകതയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം നമ്മുടെ ക്യാമറയുടെ റിവ്യൂവും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇതല്ലേ ആ കാണുന്ന ഒരു ഏരിയ ആണ് ഈരാറ്റുപേട്ട ടൗണ്. അതിൻ്റെ ഇപ്പുറത്തോട്ട് വന്നു കഴിയുമ്പോഴത്തേനും തീക്കോയി ഉണ്ട്. അതുകൂടാതെ ആ സൈഡാണ് കാഞ്ഞിരപ്പള്ളി ഏരിയ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പാല സൈഡൊക്കെ വരുന്നത് ഇങ്ങോട്ട് ഈ ഒരു സൈഡാണ് പാല വരുന്നത്. ബാക്കിലോട്ടാണ് നമ്മുടെ ഇല്ലിക്കക്കല്ല് കിടക്കുന്നത്. ഇല്ലിക്കക്കല്ല്, വാഗമണ്ണൊക്കെ. എങ്ങനെയുണ്ടമ്മേ? സ്ഥലം എങ്ങനെയുണ്ട്? സൂപ്പർ. അമ്മയുടെ ഫോട്ടോ ഓൾറെഡി എടുത്തോണ്ടിരിക്കുക. ഫുള്ളിന്ന് വൈറലാകും. അച്ഛൻ പതുക്കെ ഇതാ വരുന്നു. അത് അമ്മ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ കണ്ടാൽ മതി. ഫോണെല്ലാം എടുത്തു തരാം ഗൈസ്. അമ്മയ്ക്ക് ഞാൻ ഫോണിലൊരു ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. ഫോൺ തരൂ. കയ്യും താഴെ പോയിച്ചോ. ഇത് ക്യാമറയ്ക്ക് വലിയ ലൈറ്റൊന്നും ഇല്ലല്ലോ. വീടല്ലേ. ഓക്കെ, ഇനിയും വേണോ? പക്ഷെ വേറെ ഫോണിൻ്റെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി സ്ഥലമുണ്ട് അങ്ങോട്ടൊക്കെ. വീഡിയോ എടുക്കണ്ട കുറേ. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ടാ. അതായത് ഇതിൻ്റെ ഏതൊരു സൈഡിലൊരു ഗുഹയുണ്ട്. അത് ഞാൻ ഇത്രയും നാളും വന്നിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ട്. നല്ലൊരു ഗുഹ. മറ്റേ എൻ്റെ പേര് മറന്നുവല്ലോ. പുലിമടയാണ് അങ്ങനെ കണ്ടതിന് പറയുന്നത്. അതാരോടെയും ചോദിച്ചെന്ന് മനസ്സിലാക്കാം. ഞാൻ ഇതിന് മുമ്പ് വന്നിട്ട് നമ്മുടെ അയ്യമ്പാറയുടെ വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അന്ന് വന്നപ്പോൾ എനിക്കൊരു കാഴ്ച മിസ്സായിപ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏതോ ഒരു സൈഡിൽ ഒരു ഇതുണ്ട്, മടയുണ്ട്. അതായത് പുലിമട പോലെ. അത് പണ്ട് ഈ എന്നാ പറയുന്നത്, പഞ്ചപാണ്ഡവർ ഇതുവഴി പാസ് ചെയ്തപ്പോൾ എങ്ങാണ്ട് താമസിച്ച ഒരു സ്ഥലം എന്നൊക്കെയാണ് ഐതിഹ്യമായിട്ട് പറയുന്നത്. പക്ഷേങ്കിൽ ആ ഒരു മട മറ്റൊരു യൂട്യൂബിൽ ഒരു വ്ളോഗർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ട്. ഇന്ന് നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. ഈ നേരെ കാണുന്നത് ഇതുണ്ടോ, നമ്മളതുകൊണ്ട് അങ്ങ് ദൂരെ. അത് ഞാൻ നമ്മുടെ പ്രേക്ഷകരെയും കൂടെ ഒന്ന് കാണിക്കട്ടെ. സുഹൃത്തുക്കളെ, ഇതാണ് അരുവിത്രപ്പള്ളി. പിന്നെ നമ്മുടെ ഫോണിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടോ, സ്റ്റെബിലൈസേഷൻ. വീഡിയോ എടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ, ഇതിപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുകൊണ്ടില്ല, അമ്മയുടെ വീഡിയോ ഞാൻ എടുക്കുകയാണ്. അപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഈ സ്റ്റെബിലൈസേഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതാണ് S23 അൾട്രയുടെ മറ്റൊരു പ്രത്യേകത. നമുക്ക് വ്ളോഗ് എടുത്തുകൊണ്ട് പോകാൻ സിമ്പിളായിട്ട്, അതായത് യൂട്യൂബർമാർക്കൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടും റണ്ണിങ്ങിലും ഒക്കെ വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പോൾ സ്റ്റെബിലൈസേഷൻ വേണം. അത് ആ ഗോപ്രോയ്ക്ക് സമാനമായിട്ടുള്ളൊരു സ്റ്റെബിലൈസേഷൻ നമ്മുടെ ഫോണിന് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതുകൊണ്ട് ഇവിടെ ഒരു പാറമടയുണ്ട്. ആ പാറമട അത്രയും ദൂരത്തിലാണ്. ഇതുണ്ടോ, എൻ്റെ വയറിനെ കളിയാക്കരുത്. എൻ്റെ വയറിനെ കളിയാക്കരുത് ഗൈസ്. അപ്പം നമ്മൾ അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് മാറി ഇവിടെ ഒരു അമ്പലമുണ്ട്. അതുപോലെ തന്നെ അയ്യമ്പാറ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ട മറ്റൊരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലവും അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഇല്ലിക്കക്കല്ലിൻ്റെ വ്യൂ ആണ്. ഇതുണ്ടല്ലേ, ഇവിടെ ഒരു ചെറിയ കുളം പോലെയൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ, ഈ കാണുന്നതാണ് ഇല്ലിക്കക്കല്ലിൻ്റെ ഒരു സൈഡ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ അമ്പലം. അമ്പലം ഓൾറെഡി ക്ലോസ്ഡ് ആണ് അല്ലേ. അച്ഛനിതാ അങ്ങേ ഒന്ന് നടന്നു വരുന്നുള്ളൂ കേട്ടോ. ഈ കാണുന്നല്ലേ ഇല്ലിക്കല്ലിൻ്റെ വ്യൂ. അത് അകലേന്ന് കാണുമ്പം ഒരു സ്ത്രീ കിടക്കുന്നതിൻ്റെ അത് ഞാൻ ജസ്റ്റ് കുറച്ച് മുമ്പ് പറഞ്ഞേ ഉള്ളൂ.
അതങ്ങനെ തന്നെയല്ലേ ശരിക്കും? നമ്മളെല്ലാം പറയുന്നു തലനാടിന്റെ അതെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതുണ്ടല്ലേ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ അതേ സെയിം കാര്യം തന്നെ. എന്തോ ആ പാറമട കാണുന്നതാണോ ചേച്ചി? ആ ഒഴുകി വരുന്നല്ല ഇതല്ലേ? വെള്ളമില്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ. അതെങ്ങനെ പറയുന്ന ഒലക്കപ്പാറ തോടല്ലേ? ഓ ശരി ശരി. ഇതാണ് ആ ഓ ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ. പേരെങ്ങനെയാ ചേച്ചിയുടെ? ആ ഓക്കെ ഓക്കെ ശരി. കണ്ടത് സന്തോഷം. ചേച്ചിയുടെ പേരെങ്ങനെയാ? ആ ഓക്കെ ഓക്കെ. അവൻ്റെയോ കൊച്ചിൻ്റെയോ? ഗോവിന്ദേ ഹായ്. അപ്പോൾ ഇതുണ്ടല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഇതാണ് അമ്പലം. ഈ അമ്പലം എപ്പോഴും തുറക്കാറില്ല. അമ്പലം ഇതിൻ്റെ അടഞ്ഞു കിടക്കുന്നു. അപ്പം അവർ ചേച്ചിമാർ പറഞ്ഞ പ്രകാരം നമ്മുടെ അള്ളിൻ്റെ സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവിടെ അതുകൊണ്ട് ആ കാണുന്ന ആ ഒരു മരം നിൽക്കുന്നുണ്ടോ അജി? ശരിക്കും ഇതുണ്ട് ആ ചേച്ചിമാർ പറഞ്ഞതേ അള്ളിവിടെയാണെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല ഒരു പുലിമട പോലൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞേ. അതിവിടെയാണെന്നാണ് പറഞ്ഞത്. കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങോട്ടാണ് പോകുന്നത്. അത് നോക്കിയിട്ട് വരാം എവിടെയാണെന്ന് കാണാം. പിന്നെ ഇവിടെ കുറച്ച് ദൂരമുള്ളെന്ന് പറഞ്ഞു. നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. ഇവിടെ എല്ലാം കുപ്പിച്ചില്ല. അതുണ്ട് ഫുള്ള് ബിയർ ബോട്ടിൽ വന്ന് പൊട്ടിച്ചിട്ടിരിക്കുകയാണേ. അതാണ് പ്രശ്നം. എവിടെയെങ്കിലും ബിയർ കുടിക്കുവാണെങ്കിൽ കുടിച്ചിട്ട് അതിവിടെ തന്നെ ഇവിടെ എവിടെയെങ്കിലും മാറ്റി വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മളൊരു ഇത്രയും നല്ല വ്യൂ ഉള്ള അതും അമ്പലവും പള്ളിയൊക്കെ ഉള്ളൊരു ഏരിയ ഇതുപോലെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് കേട്ടോ. അമ്മയെ സൂക്ഷിച്ചിറങ്ങണേ. അള്ളിതാണ്ട് ഇവിടെ കണ്ട ഇതാന്ന് തോന്നുന്നു കേട്ടോ. ഇതല്ല ഇവിടെ എന്തോ ഉണ്ട് ഇല്ലേ? ആ ഗൈസ് ഇതാണ് നമ്മുടെ അള്ള്. ഇതുണ്ടല്ലേ കുറേ നാളായിട്ട് ഈ സംഭവം ഞാൻ കാണാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ അകത്തോട്ട് അജി ഇതാണ് അള്ള് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ അയ്യമ്പാറയിൽ വന്നു കഴിഞ്ഞാൽ അയ്യമ്പാറ അമ്പലത്തിൻ്റെ നേരെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് അള്ള്. ഇവിടെ ഒരു പൂവുള്ള മരമൊക്കെ നിൽപ്പുണ്ട്. ഈ മരത്തിൻ്റെ ചവിട്ടിക്കൂടെ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അള്ളിലോട്ട് കയറാം. അമ്മയെ സൂക്ഷിച്ച് കയറണം. പാമ്പുണ്ട്, ഉറപ്പായിട്ടും പാമ്പുണ്ട്. കാരണം പാമ്പ് കിടന്നാൽ അറിയില്ല. ഇങ്ങനത്തെ സ്ഥലത്ത് പാമ്പ് മിക്കവാറും ഉണ്ട്. പേടിപ്പിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പേടി മനസ്സിലുണ്ടെങ്കിലേ നമ്മളത് ശ്രദ്ധിച്ച് നടക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അതാ പറഞ്ഞേ. ഇതുണ്ടോ? ഇതുവഴി വരാം വാ. ഇതുണ്ടോ? ഇതാണ് നമ്മുടെ അയ്യമ്പാറയിലെ അള്ള്. ഇതിൻ്റെ അകത്ത് കുറുക്കന്മാരുണ്ടോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതുണ്ടല്ലേ ഇതുണ്ടോ? അത്യാവശ്യം നല്ലൊരു അള്ളാണ്. അപ്പം ഇങ്ങോട്ട് വന്ന ഈ സെറ്റപ്പ് ആട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ അള്ള്. ഇതുണ്ടോ? അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെയുണ്ട്. അങ്ങോട്ട് പാമ്പൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ വെളിയിൽ നിന്നുള്ളൊരു പ്രകാശം അടിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകം ശരിക്ക് കാണാം. അമ്മ ഞാൻ അള്ളില്ലാത്ത ഇങ്ങോട്ട് കയറുക. അത് നല്ല തണുപ്പാണ് കേട്ടോ. കയറാം. ഇതുണ്ടോ? അള്ളിൻ്റെ അകത്ത് ഞാൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഞാനിതാ അള്ളിൻ്റെ അകത്താണ് ഗൈസ്. ഇതുണ്ടോ? നല്ല രസം കേട്ടോ അല്ലേ? തണുപ്പുണ്ട്, ചെറിയ തണുപ്പുണ്ട്. അച്ഛൻ വന്നില്ലേ ഇതുവരെയായിട്ടും? അച്ഛൻ ഇതുവഴി ഇങ്ങോട്ട് കയറുവാ. ഇത് ഈ സൈഡിൽ കൂടെ കയറുവാ. അപ്പോൾ ഗൈസ് നമ്മൾ ആ അള്ള കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഞാൻ കുറേ നാൾ ഇവിടെ വന്നിട്ടും ഈ അള്ള എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഒരു യൂട്യൂബർ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു അള്ളുണ്ടെന്നുള്ള സംഭവം കിട്ടി. ഞാൻ ഒത്തിരി തവണ വന്നിട്ട് ഈ അള്ള എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ ആ സൈഡിൽ കൂടെ എല്ലാം പോയിരുന്നു കേട്ടോ. ഓ ഇത് കൊള്ളാം കേട്ടോ, ഒരു രക്ഷയില്ല. ഈ ഒരു അള്ളിൻ്റെ ഒരു ലൊക്കേഷൻ അറിയിക്കാൻ വേണ്ടി ഈ ടവർ കണ്ടോ? ഈ ടവർ കാണിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു അള്ള് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഈ ഒരു ഗുഹ ഇതുണ്ടോ? ഇങ്ങനെയാണ് ഗുഹയുള്ളത്. അത്യാവശ്യം മഴ പെയ്താലൊന്നും നനയുകയില്ല. ഇതുണ്ടോ? അത്യാവശ്യം നല്ല ഗുഹയായതുകൊണ്ട് തന്നെ മഴ പെയ്താൽ നനയത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ്
ഈ അള്ള് കിടക്കുന്നത്. ഇത് ഇവിടെ ഒരു മരം നിൽപ്പുണ്ട്. ഇതൊക്കെ ഒരു അടയാളമായിട്ട് സങ്കല്പിക്കുക. 2 മരങ്ങൾ. അമ്മയെ സൂക്ഷിച്ച് കയറേ. ഞാൻ കയറിയിട്ട് പിടിച്ച് കയറ്റാം. ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വരാം. പിന്നെ നമ്മുടെ ഇല്ലിക്കക്കല്ല് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇവിടുത്തെ വ്യൂ. ഇതുള്ളേ നമ്മുടെ ക്യാമറയിലുള്ള 10x സൂമിംഗ് ആണ് ഇല്ലിക്കക്കല്ലിൻ്റെ. അങ്ങോട്ട് പോയപ്പം കട തുറന്നിട്ടില്ലായിരുന്നു. ദേ ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെങ്ങനെ? മോഹനൻ ചേട്ടൻ്റെയാണ് കട. അത്യാവശ്യം നിങ്ങൾക്ക് അയ്യമ്പാറയിൽ വരുന്ന ആൾക്കാർക്ക് ഇവിടുന്ന് കൂൾ ഡ്രിങ്ക്സും സാധനങ്ങളും എല്ലാം കിട്ടും. അപ്പോൾ ചേട്ടാ പോയേക്കുവാ, ഇടയ്ക്ക് വരുമ്പം കാണാം. അരിയത്രപ്പള്ളി എല്ലാം കണ്ടു. അതെ അല്ലേ, കടൽ ആലപ്പുഴ അല്ലേ? ഓ ശരി ശരി, അതിവിടെ നിന്ന് കാണാം അല്ലേ? ഓ ശരി ശരി, ഓക്കെ. ഇല്ലിക്കല്ലൊക്കെ എപ്പോഴും പോകുന്ന. ഇന്നിപ്പോൾ ഫാമിലി ആയിട്ട് ഇറങ്ങിയതുകൊണ്ടേ അവരെയും കൊട്ടിക്കൊണ്ടൊന്ന് വരാമെന്ന് വെച്ചു. അമ്മയച്ഛനും അനിയനും ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ചേച്ചി എന്നാൽ പോയേക്കോണേ. ഓക്കെ. ഇതാണ് കയറി വന്നിട്ട് അത്യാവശ്യം ചെറിയ റോഡിലോട്ട് എത്തി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അയ്യമ്പാറ കഴിഞ്ഞിട്ട് നേരെ ഇല്ലിക്കക്കല്ലിന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇല്ലിക്കക്കല്ല് കയറിക്കൊണ്ടിരിക്കുകയാണ്. വന്ന വഴിക്കാണ് ചെറിയൊരു കാഴ്ച കണ്ടല്ലോ. ഇത് വണ്ടി കയറി വന്നപ്പോഴെങ്ങാണ്ട് കത്തിയതാണ്. ഒരു ഡസ്റ്ററാണ്. ഇതുണ്ടല്ലേ, ഫുള്ളായിട്ട് കത്തിക്കരിഞ്ഞു പോയി. ഇതെന്നാ സംഭവിച്ചതാണെന്ന് ഒരു പിടുത്തമില്ല. വന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ. ഉണ്ടോ, ഫുള്ള് കത്തി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വന്നേക്കെന്ന് പറഞ്ഞാൽ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ ബാക്ക് സൈഡിലേക്ക് പോകുന്ന വഴിക്ക് ഇതുണ്ടല്ലോ, ഇതുപോലൊരു വലിയൊരു പയറങ്കാടുണ്ട്. അത് നമ്മൾ വളരെ ദൂരെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഈരാറ്റുപാട് സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അകലെ എന്നുള്ള ഈ പയറങ്കാടിൻ്റെ കാഴ്ച. അതിന് നടുക്കൂടെയാണ് ഈ റോഡ് പോയേക്കുന്നത്. ഇവിടുന്ന് ഇടത്തെ സൈഡിൽ നല്ല വ്യൂ ആണ്. ഇതുണ്ടോ, അത്യാവശ്യം നല്ല വ്യൂ ആണ്. അതാണ് ഇവിടെ ഉള്ളൂ, ഇവിടെ കൊണ്ട് തീരുക. അപ്പോൾ ഗൈസ്, നമ്മളെ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ വരുന്ന ആ വഴിയിലാണ് എത്തിയിരിക്കുന്നത്. ഇതുണ്ടല്ലേ, ഇവിടെ കൊണ്ട് വഴി സ്റ്റോപ്പ് ആവുകയാണ്. ഇവിടുന്ന് ഈ ബാക്കിലേക്ക് കാണുന്ന ആ വഴിയെ കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് എത്താൻ പറ്റും. വഴി നമ്മൾ കയറി വന്ന് വഴി ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് കാണുന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ കുടിക്കാം. നമ്മുടെ വണ്ടി ഇവിടെ ജസ്റ്റ് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അച്ഛൻ കയറുന്നുണ്ടോ? അച്ചി മുണ്ടെടുത്തോണ്ട് പാടല്ലേ. അമ്മ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അച്ഛൻ എന്തായാലും ഇതുകൊണ്ട് കയറാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. ഉണ്ടല്ലേ, അപ്പോൾ ഇങ്ങനത്തെ ചെറിയ വഴിയാണ്. നമ്മൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇവിടെ കൊണ്ട് നിർത്തേണ്ടി വരും. കാരണം പിള്ളേരെയൊക്കെ ആയിട്ട് മേളിലോട്ട് കയറുക എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ ആയിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് ചെറിയൊരു നടപ്പാത മാത്രമേ ഉള്ളൂ. ഇതുണ്ടല്ലേ, ഇങ്ങനത്തെ ചെറിയ വഴിയാണ്. പക്ഷേ നമ്മുടെ ഇല്ലിക്കക്കല്ലിൻ്റെ അപ്പുറത്തെ സൈഡ്, അതായത് ഫ്രണ്ട് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റെപ്പുണ്ട്. ഇവിടെ ബാക്കിൽ ഇതുപോലത്തെ ചെറിയൊരു നടപ്പാത മാത്രമേ ഉള്ളൂ. അച്ഛനാണ്ട് കയറി മുന്നോട്ട് പോകുന്നുണ്ട്. അമ്മയ്ക്ക് കയറാൻ മടുപ്പാണെ കയറണ്ട. നടുവേ
ആ പുള്ളി ഇതാണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. അമ്മ ഏതാണ്ട് കയറി വരുന്നുണ്ട്. സൂക്ഷിച്ച് നടക്കണേ. ഇതുണ്ടല്ലേ അമ്മ പറയുന്നത് ഈന്തപ്പനയാണെന്നാണ് പറയുന്നത്. ഈന്തപ്പനയാണോ ഇത്? ഇത് ഈന്തപ്പനയൊന്നുമല്ല. ഇതിൻ്റെ കാ നല്ലതാ അല്ലേ കഴിക്കാൻ? അച്ഛി ഒത്തിരി അങ്ങോട്ട് പോകണോ അച്ഛി? നമുക്ക് വേറെ ദിവസം ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെയായിട്ട് വരാം. അതാണ് സൂക്ഷിച്ചേ. അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ വഴി. നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് ജസ്റ്റ് കാണാൻ വേണ്ടി വന്നുകൊണ്ട് ഒത്തിരി കയറുന്നില്ല. നമ്മൾ ഈ വഴിയെ കൂടെ ജസ്റ്റ് ഈ വഴി എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതുവഴി കയറുന്നത്. ഇതുണ്ടല്ലേ ഇതുവഴി സൈഡിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനത്തെ ചെറിയ പന പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ നടപ്പാത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതുണ്ടല്ലേ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇല്ലിക്കക്കല്ലിൻ്റെ മേളിൽ നിന്നുള്ള അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടും. പിന്നെ ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മേളിലോട്ട് പോകെ ഇച്ചിരി റിസ്ക്കാണ്. ഓൾറെഡി അച്ഛൻ മുണ്ടാണ് കൊടുത്തേക്കുന്നത്. മുണ്ട് എടുത്തുകൊണ്ട് കയറാൻ പാടാണോ ചേച്ചി? കുഴപ്പമില്ല. അമ്മ സാരി ഉടുത്തിട്ട് ഇതെന്താ കയറുന്നത്. ഇതിപ്പോൾ ചെകുത്താൻ്റെയും കടലിൻ്റെ നടുക്ക് അമ്മ നിൽക്കുന്നതല്ലേ. പിന്നല്ല നമുക്ക് തിരിച്ചു പോകാം. തിരിച്ച് വേറെ ദിവസം എടുക്കാം. പിന്നല്ല എടുക്കാന്നേ. ഇതിനു വേണ്ടിയിട്ട് തന്നെയായിട്ട് വന്നിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാം. എന്നാൽ നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ. ഇച്ചിരി നാരങ്ങാവെള്ളം കുടിക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം മേളിലോട്ട് കയറി. പക്ഷേങ്കിൽ ഇതുണ്ടല്ലേ അച്ഛൻ മുണ്ടും അമ്മ സാരിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മൊത്തമായിട്ടങ്ങ് കയറിയില്ല. ഇടയ്ക്ക് വെച്ച് തിരിച്ച് ഇറങ്ങി വന്നു. ഇതുണ്ട് ഒരു ചേച്ചിയുടെ കട നാരങ്ങ വെള്ളം കുടിക്കാൻ കയറുതാ. ഇവിടെ എന്നാക്കെ ചേച്ചി ഇട്ടേക്കുന്നത്? തണ്ണിമത്തന, ക്യാരറ്റ്. സംഭാരം ഉണ്ടോ? സംഭാരം ഉണ്ടല്ലേ. എനിക്കൊരു സംഭാരം എടുത്താൽ എന്നാൽ എടുത്തു പോയോ? നാരങ്ങ എടുത്തില്ലല്ലോ. അമ്മയ്ക്ക് സംഭാരം വേണ്ടേ? വേണ്ട. എടാ വേണ്ടേ? മല കയറി മടുത്ത് വന്നിരിക്കുന്ന അമ്മ. ഇത് വീഡിയോയ്ക്ക് റീച്ച് കൂട്ടും. 3 മണി സമയത്തൊക്കെ വരുവാണെങ്കിൽ നല്ലതല്ലേ? വെയിലും ഇല്ലായിരിക്കും അല്ലേ? മതി. ഇത്രേ ഉള്ളേ. ഏതാ? എനിക്ക് സംഭാരത്തിനകത്ത് ഉപ്പ് വേണ്ട. അല്ല സംഭാരത്തിനകത്ത് മധുരം വേണ്ട. സോറി മാറിപ്പോയി. അമ്മയ്ക്ക് സോഡ നാരങ്ങയാണോ എടുക്കുന്നത്? ചേച്ചിയുടെ പേരെങ്ങനെ? അനിതമ്മ. ഇത് അനിത കേട്ടോ. ഞാൻ അമ്മയെന്നും കൂടെ കൂട്ടി വിളിച്ച അനിതമ്മയാവും. ഇത് ചേച്ചിയുടെ പേര് അനിതമ്മ എന്നാണ്. ചേച്ചി ഇവിടെ ഇതുണ്ടല്ലേ നമ്മുടെ ഇല്ലിക്കക്കലിൻ്റെ ഏറ്റവും അവസാനം കടയിട്ടേക്കുന്ന ചേച്ചിയാണ്. ഇവിടുന്ന് ഇച്ചിരി നാരങ്ങ വെള്ളം കുടിക്കാം എന്ന് കരുതി. അതെ 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 അങ്ങനെയുള്ള പേരും കൂടെ ഉണ്ട്. ശരിയാ. അതെ 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 അതെ. ഇത് കഴിഞ്ഞിട്ട് കടയില്ല. ഇതുണ്ടല്ലേ അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ അത് ശരിയാ കേട്ടോ. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർത്തി സ്ഥിതി ചെയ്യുന്ന കടയാണ് ഇത്. ഈ കടയിൽ നിന്നാണ് നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുന്നത്. അനിതമ്മ ചേച്ചിയുടെ കടയാണ്.